നമസ്കാരം. അഗ്നിഹോത്രികളുടെ 2025 ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. പൂയം നക്ഷത്രം. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 ഓഗസ്റ്റ് 1 മുതൽ 31 വരെ, അതായത് കർക്കടകം 16 മുതൽ ചിങ്ങം 15 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളാണ് നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരാണ് നിങ്ങളെങ്കിൽ നൂതന സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതായി കാണുന്നു. അത്ര പെട്ടെന്നല്ലെങ്കിലും നിങ്ങൾക്ക് ധനപരമായി വളരെയധികം നേട്ടങ്ങൾ ക്രമേണ കൈവരിക്കുന്നതിന് കഴിയുന്നതാണ്. വിദേശയാത്ര, തൊഴിൽ എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് കാര്യസിദ്ധി കാണുന്നുണ്ട്. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് വളരെ പുരോഗതി നേടുന്നതിന് സാധിക്കുന്നു. ഉദ്യോഗസ്ഥർക്കാകട്ടെ അനുകൂലമായ സ്ഥലം മാറ്റവും സ്ഥാനക്കയറ്റവും ലഭിക്കുന്നതിന് വഴിയൊരുങ്ങുന്നതായി കാണാം. പ്രതിഭാസമ്പന്നമായ പ്രവർത്തനത്തിലൂടെ അസുലഭമായ നേട്ടങ്ങൾ വന്നുചേരുന്നതായി കാണുന്നുണ്ട്. വാസ്തവത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെയധികം കഴിവുകളുള്ള വ്യക്തിയാണ് നിങ്ങൾ. ഇത് പൂർണ്ണമായി വിനിയോഗിക്കുന്നതിന് സാധിച്ചാൽ രാജയോഗ സമാനമായ അവസ്ഥ തന്നെയാണ് വന്നുചേരുന്നത്. ശരിയായ ഈശ്വരചിന്തയോടെ ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ അറിഞ്ഞ് വേണ്ടുന്നത് ചെയ്യുന്നതായാൽ സർവൈശ്വര്യ സമൃദ്ധി തന്നെ വന്നുചേരുന്നതായാണ് മനസ്സിലാവുന്നത്. നിങ്ങൾ നവഗ്രഹ ശാന്തി നടത്തുന്നത് ഉത്തമമായി കാണുന്നു. കലാസാഹിത്യ രംഗത്തുള്ളവരാണെങ്കിൽ വളരെയധികം അംഗീകാരങ്ങളും അവസരങ്ങളും ലഭിക്കുന്ന മാസമാണ് ഓഗസ്റ്റ്. പൊതുവെ അപൂർവ കഴിവുകൾ വികസിക്കുന്ന സമയമാണ് നിങ്ങൾക്ക്. പൂയം നക്ഷത്രജാതർക്ക് അവനവൻ്റെ കഴിവുകൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന പക്ഷം ഉത്തമ നിലയിൽ തന്നെ എത്തുവാൻ സാധിക്കുന്നു. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. കർമ്മരംഗത്ത് ചില പുതിയ ആശയങ്ങൾ പരീക്ഷിച്ചു നോക്കുന്നതിന് തയ്യാറാകുന്നതായി കാണാം. ഇത് കൂടുതൽ ആദായം നൽകുന്നതാണ്. നൂതന സംരംഭങ്ങൾ തുടക്കം കുറിക്കുന്നതിനും വിജയിക്കുന്നതിനും സാധിക്കുന്നു. സ്വത്ത്, ഭൂമി സ്വായത്തമാക്കുന്നതിനുള്ള ആലോചനകൾ, പ്രവർത്തനങ്ങൾ എന്നിവ നടത്തി വിജയകരമായി കാണുന്നുണ്ട്. ഇനി വിദ്യാർത്ഥികൾക്ക് തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉപരിപഠനത്തിൽ മുന്നോട്ടു പോകുന്നതിന് കഴിയുന്നു. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റവും അനുകൂലമായ സ്ഥാനമാറ്റവും ലഭിക്കുന്നു. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ഈശ്വര പ്രാർത്ഥനയാലും സൽക്കർമ്മങ്ങളുടെ ഗുണഫലത്താലും കുടുംബത്തിൽ സർവൈശ്വര്യ സമൃദ്ധി വന്നുചേരുന്നതായി അനുഭവപ്പെടുന്നു. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാവുന്ന മഹത് വ്യക്തിയുമായുള്ള ഒരു കൂടിക്കാഴ്ച തന്നെ ഉടൻ സംഭവിക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട്. തന്മൂലം നിങ്ങൾക്ക് ശാശ്വതമായ അഭിവൃദ്ധിയും ജീവിത വിജയവും പ്രാപ്തമാണ്. ഓഗസ്റ്റ് മാസത്തിൽ പൊതുവെ നിങ്ങളുടെ ധൈര്യവും വീര്യവും യശസ്സും കീർത്തിയും വർദ്ധിക്കുന്നതായാണ് മനസ്സിലാവുന്നത്. നിങ്ങളുടെ സഹോദരങ്ങളുമായുള്ള ബന്ധം ദൃഢമാകുന്നു. കുടുംബത്തിൽ നിന്നും പിന്തുണ വർദ്ധിക്കുന്നതാണ്. സർക്കാർ ജോലിക്കാർക്കും പ്രൈവറ്റ് ജോലിക്കാർക്കും ഔദ്യോഗിക ജീവിതത്തിൽ വളരെ അനുകൂല സമയമാണ്. നിങ്ങൾക്ക് സാമ്പത്തിക നിക്ഷേപങ്ങൾ തുടങ്ങുവാനുള്ള അനുകൂലമായ സമയമാണ്. നിങ്ങളുടെ കർമ്മമണ്ഡലങ്ങളിൽ ഉപരിപഠനത്തിനുള്ള ഈശ്വരാധീനവും ഗുരുസ്ഥാനീയരുടെ അനുഗ്രഹവും ക്ഷിപ്രപ്രാപ്തം. മാതാപിതാക്കളുടെ ആഗ്രഹ സഫലീകരണമാണ് നിങ്ങളിലൂടെ നടക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന സമയമാണിത്. ഇനി പൂയം നക്ഷത്രജാതരുടെ ജീവിത പങ്കാളിയുടെ ആഗ്രഹങ്ങൾക്കൊത്ത് വിഘ്നങ്ങൾ കൂടാതെ കാര്യങ്ങൾ നടത്തുവാൻ സാധിക്കുന്നു. കൂടാതെ കുടുംബത്തിൽ ഐശ്വര്യം, സമൃദ്ധി വർദ്ധിക്കുന്നതായും ഈശ്വരാംശം ഇടതടവില്ലാതെ അനുഭവിക്കുവാനും സാധിക്കുന്നു. നിങ്ങളുടെ അത്ഭുതപൂർവമായ വളർച്ച മൂലം ശത്രുക്കൾ നിങ്ങളിൽ ശ്രദ്ധിച്ചേക്കാം. എങ്കിലും നിങ്ങളുടെ ഈശ്വരാംശവും സൽക്കർമ്മവും മൂലം ശത്രുക്കൾ നിഷ്പ്രഭരും നിരായുധരുമായി തീരുന്നു.
പൂയം നക്ഷത്ര ജാതർക്ക് വിവിധ മാർഗങ്ങളിൽ നിന്ന് സമ്പത്ത് കൈവരുവാനുള്ള യോഗമുണ്ട്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി പൂയം നക്ഷത്ര ജാതർക്ക് മഹാലക്ഷ്മി യോഗം കാണുന്നുണ്ട്. എങ്കിലും ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട്. പകർച്ചവ്യാധി പോലുള്ള ചില അസുഖങ്ങൾക്കുള്ള സാധ്യത കാണുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ സാമ്പത്തിക കാര്യങ്ങളും വളരെ ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യുന്നത് അഭികാമ്യം. നിങ്ങളുടെ പ്രസരിപ്പാർന്ന സംസാര രീതി ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നതിന് സഹായകമാകുന്നു. ജീവിതത്തിൽ ക്രമമായ അഭിവൃദ്ധി, ഐശ്വര്യം എന്നിവ കൈവരുന്നതായി അനുഭവപ്പെടുന്നതാണ്. കുടുംബത്തിലും സുഹൃത്തുക്കൾക്കിടയിലും ഐക്യവും സ്നേഹവും ഉണ്ടാകുന്നു. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നു. ഇത് സാമ്പത്തിക ലാഭമുണ്ടാകുവാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. തങ്ങളുടെ ജീവിത പങ്കാളിയുടെ പ്രതീക്ഷയ്ക്കൊത്ത് ജീവിക്കുവാൻ സാധിക്കുന്നത് വളരെയധികം സന്തോഷം പ്രദാനം ചെയ്യുന്നു. ഇനി ബിസിനസ് സംബന്ധമായും വിനോദത്തിനും വിദേശയാത്രകൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് തുടർമാസങ്ങൾ വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ആത്മീയ കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുന്നത് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഏറ്റെടുത്ത ജോലികളെല്ലാം പൂർത്തിയാക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതായിട്ടാണ് മനസ്സിലാകുന്നത്. ജോലി, ബിസിനസ്, കർമ്മമണ്ഡലങ്ങൾ സംബന്ധമായി ചില യാത്രകൾ നടത്തേണ്ടി വരുന്നു. നിങ്ങളുടെ കഠിന പരിശ്രമത്തിൻ്റെ ഫലമായി സാമ്പത്തിക ലാഭവും ബഹുമതിയും ലഭിക്കുവാനിടയുണ്ട്. നിങ്ങളുടെ വാക്ചാതുര്യം പല കാര്യങ്ങളിലും തുണയാകുന്നതാണ്. സഹോദര സ്ഥാനത്തുള്ളവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്ന്. ജോലിസ്ഥലത്തും കർമ്മമണ്ഡല രംഗങ്ങളിലും മറ്റുള്ളവരുടെ വാക്കുകൾ അതുപോലെ തന്നെ വിശ്വസിക്കാതിരിക്കുന്നതാവും നല്ലത്. അതുപോലെ തന്നെ വിവിധ സ്രോതസ്സുകളിൽ നിന്നുള്ള അനുസ്യൂതമായ സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാവുന്ന മാസങ്ങളാണ് ഓഗസ്റ്റ്, സെപ്റ്റംബർ. ഇത് ഭാവിയിലേക്കുള്ള പ്രധാന മുതൽക്കൂട്ടായി കാണാവുന്നതാണ്. പുതിയ ആളുകളെ കണ്ടുമുട്ടുവാനും അവരുമായി ഇടപഴകുവാനും അവസരങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഭാവി കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ച് അതുപോലെ തന്നെ പ്രവർത്തിക്കുവാനും വിജയിക്കുവാനും ജീവിത പങ്കാളിയുമായി ആലോചിച്ച് ലക്ഷ്യത്തിലെത്തിച്ചേരുവാനുമുള്ള സുപ്രധാന കണ്ടെത്തലുകളും ഓഗസ്റ്റ്, സെപ്റ്റംബർ രണ്ടാം പകുതിക്ക് മുൻപായി നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായി തെളിയുന്നു. ഇനി സിനിമ, രാജ്യസേവനം, മന്ത്രിമാർ തുടങ്ങിയവർക്ക് ഓഗസ്റ്റ് മാസം മധ്യം കഴിയുന്നതുവരെ കുറച്ച് അലച്ചിലുകൾക്കും കാര്യസാധ്യ തടസ്സങ്ങൾക്കും സാധ്യതയുണ്ട്. എന്നാൽ മാസാവസാനത്തോടെ തന്നെ ക്രമാനുഗതമായി ജീവിതാഭിവൃദ്ധിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. ദോഷഫലങ്ങൾ മാറുവാനും കർമ്മഫലങ്ങളിൽ അർഹതപ്പെട്ടത് ലഭിക്കുവാനും ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താക്ഷേത്ര ദർശനം നടത്തി എള്ളുതിരി, വെടിവഴിപാട് എന്നിവ നടത്തുക. കൂടാതെ മഹാവിഷ്ണുവിന് ത്രിമധുരം വഴിപാട് നടത്തുക. ശിവക്ഷേത്ര ദർശനം നടത്തി ജലധാര, കൂവളത്തിലമാല എന്നിവ നടത്തുന്നതും വളരെ ഉത്തമമാണ്. ജാതിമതഭേദമന്യേ അവരവരുടെ വിശ്വാസക്രമമനുസരിച്ചുള്ള ആരാധനാലയങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും ഉത്തമ ദിവസങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നത് ഗുണഫലാർഹവും ഈശ്വരാനുകൂലം വർദ്ധിക്കുന്നതിനും സഹായകമാണ്. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാനലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി
എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്ന പരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846497971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ കർമ്മ ഗ്രഹ രാശി നക്ഷത്ര ദോഷനിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.